ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, നാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ മുന്നോടിയായി ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിർണായകമായ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നേടുന്നത്. PS പ്രശാന്ത് അടക്കമുള്ളവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണോ സാധ്യതയും? അതിന്റെ നീക്കങ്ങൾ തന്നെയാണോ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്? KP തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ മാസം 23-നകം ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് SIT നൽകണമെന്നുള്ളതാണ് കോടതി നൽകിയിട്ടുള്ള അന്ത്യശാസനം. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനായി SIT സംഘം ഒരുങ്ങുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തി ചില രേഖകളടക്കം പരിശോധിച്ചിരുന്നു. തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള 3 പ്രതികളെ കൂടി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യാനായി SIT സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 2019-ലും 2025-ലും നടന്ന സ്വർണ്ണ കവർച്ചയിൽ നിർണായകമായിട്ടുള്ള ഇടപാടുകളൊക്കെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. രേഖാമൂലം ഇത് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജൂൺ 29-ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതിപട്ടികയിലേക്ക് PS പ്രശാന്ത് എത്തുന്നത്. ഇതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ പ്രശാന്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT സംഘം തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് SIT ഏറ്റെടുത്തതിന് ശേഷം 8 മാസങ്ങൾക്കിപ്പുറവും അതിന്റെ നടപടിക്രമങ്ങൾ ഇഴയുന്ന സാഹചര്യത്തിൽ കോടതി കൂടി ഒരു അന്ത്യശാസനം നൽകിയതോടെയാണ് ഇപ്പോൾ PS പ്രശാന്ത് അടക്കമുള്ള പ്രതികളിലേക്ക് അന്വേഷണ സംഘം അറസ്റ്റിനായി എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് SIT വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലുകൾ, ഒപ്പം തന്നെ ഗൂഢാലോചന, 19-ലെ സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാനായി 25-ൽ വീണ്ടും സ്വർണം അവിടെ നിന്ന് കടത്താനുള്ള ശ്രമം, ഒപ്പം തന്നെ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാറ്റിയതടക്കമുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ PS പ്രശാന്തിനെതിരെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തിടുക്കത്തിലുള്ള നടപടിയിലേക്ക് SIT കടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ആദ്യം മുതൽ തന്നെ PS പ്രശാന്തും കൂടാതെ തന്നെ CPM-ന്റെ നേതാക്കന്മാരും ഒക്കെ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അത് കൈവിട്ടതോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഒപ്പം തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് പിന്നാലെ വീണ്ടും അടുത്ത ബോർഡിലുണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. എന്തായാലും നടപടികൾ വേഗത്തിലാക്കുകയാണ് SIT സംഘം. KP PS പ്രശാന്ത് അടക്കമുള്ളവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. നടപടികൾ വേഗത്തിലാക്കി കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം. നാളെയാണ് നിർണായകമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.